ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ഈ മഹത്തായ ഈ ശഅബാൻ മാസത്തിൽ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണം റഹ്മാനെ. ബറാഅത്ത് രാവ് വരുന്നുണ്ട്, വലിയ പുണ്യമുള്ള രാവാണ്. അന്നത്തെ രാത്രിയിൽ എത്ര സുന്നത്ത് നിസ്കരിക്കാൻ കഴിയോ നിസ്കരിക്കാം, പ്രത്യേക സുന്നത്ത് ഉണ്ട് എന്നല്ല. അതേസമയത്ത് അന്നത്തെ രാത്രി വലിയ പുണ്യമുള്ള രാത്രി ആയതുകൊണ്ട് അന്ന് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിന് വലിയ പുണ്യം ഉണ്ട്. അതേസമയത്ത് പ്രത്യേക സുന്നത്ത് നിസ്കാരം ഇല്ല എന്നാണ് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത്. അതേപോലെ തന്നെ അണ്ടോണുസാഹിന്റെ ആണ്ടാണ് ഇന്ന് തങ്ങൾ ഓർപ്പിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവിടുത്തെ ഖബറിൽ ദർജ കൊടുക്കട്ടെ. നമുക്ക് അവരെ അനുസ്മരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായല്ലോ. ഓ സുഹൃത്തുക്കളെ, അതേപോലെ ശഅബാൻ മാസം വളരെ പുണ്യമുള്ള ഒരു മാസമാണ്. ബറാഅത്ത് രാവ് വല്ലാത്ത പുണ്യമുള്ള, ഇമാം ശാഫിഈ റളിയല്ലാഹു പറഞ്ഞില്ലേ, ദുആക്ക് ഉത്തരമുള്ള ഒരു രാത്രിയാണ്. ആ രാത്രിയിൽ മഗ്രിബ് ഇശാഇന്റെ ഇടയ്ക്ക് 3 യാസീൻ ഓതുന്ന പതിവുണ്ട്, സാലിഹീങ്ങൾ മുമ്പേ പതിവാക്കി. അത് നമ്മൾ ചെയ്യണം. അത് നമ്മുടെ പള്ളികളിൽ നമ്മൾ കൂടിയിരുന്ന് നമുക്ക് ചെയ്യുകയും ദുആർക്കുകയും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അങ്ങനെ യാസീൻ ഓതണം. അന്നത്തെ ജമാഅത്തൊന്നും നഷ്ടപ്പെടുത്തരുത്, സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിനോട് കരഞ്ഞ് പറയാനുള്ളൊരു രാത്രിയാണ്. കരയാൻ എത്ര വിഷയങ്ങളുണ്ട് നമുക്ക്. നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്നേ വരെയുള്ള ഒരു നിസ്കാരത്തിൽ ദുനിയാവിന്റെ ചിന്തയൊന്നും കടക്കാതെ നിസ്കരിച്ചു എന്ന് പറയാൻ ധൈര്യമുണ്ടോ ഈ പാവപ്പെട്ട എനിക്ക്? നമ്മളെ നിസ്കാരത്തിന് എന്തെല്ലാം അപാകതകളുണ്ട്. അള്ളാഹു അവന്റെ മഹ്ലായ ഫദ്ൽ കൊണ്ട് കബൂൽ ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ അമലുകൾക്ക് എത്ര അപാകതകളുണ്ട്. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, നിന്റെ മാപ്പ് കൊണ്ടല്ലാതെ ഞങ്ങളെ അമൽ കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ഉമ്മവാപ്പമാർ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സ്നേഹിച്ച ജനങ്ങൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, എല്ലാവർക്കും നീ മാപ്പ് നൽകണം റഹ്മാനെ. അതുകൊണ്ട് ബറാഅത്ത് രാവിനെ പ്രത്യേകം പരിഗണിക്കണം. ബറാഅത്ത് രാവിന്റെ പകലിൽ ശഅബാൻ 15, എല്ലാ മാസവും 15 നോമ്പ് സുന്നത്തുണ്ട്, എല്ലാവർക്കും അറിയാം. അതിന്റെ പുറമെ ബിൽ ഖുസൂസ് അന്നത്തെ ദിവസത്തിന് നോമ്പെടുക്കണം എന്നാണ് സൂമു യൗമഹ എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിസ്കാത്തിന്റെ ശറഹിൽ വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫതാവയിൽ പറഞ്ഞത് എന്താണെന്ന് ഇതും കൂടി മനസ്സിലാക്കിയിട്ടാണ് മുതഅല്ലിമീങ്ങൾ ഗ്രഹിക്കേണ്ടത് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അങ്ങനെ നമ്മൾ പുണ്യമുള്ള രാത്രികളെയും ദിവസങ്ങളെയും സമയങ്ങളെയും സ്ഥലങ്ങളെയും ഒക്കെ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. അള്ളാഹു ദുൽ ജലാലി വൽ ഇക്റാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, ആദരിച്ചതിനെ ആദരിക്കണം, അള്ളാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കണം. ആ നിലക്ക് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കാൻ നമുക്കും നമ്മുടെ പിൻഗാമികളായ നമ്മുടെ ശിഷ്യ പരമ്പരകൾക്കും